പ്രിയപ്പെട്ടവരെ, ചിലരുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ചിന്ത ഉണ്ട്. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പൂജാ കാര്യങ്ങൾ ചെയ്തു, എന്നെക്കൊണ്ട് കഴിയുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു, പക്ഷേ എൻ്റെ ഒരു കാര്യവും നടക്കുന്നില്ല. എന്തോ ഒരു ഭാഗ്യക്കേട് പോലെ എനിക്ക് ഈ ജന്മത്ത് നന്നാവാനുള്ള വഴികളൊന്നും തുറന്നു കിട്ടുന്നില്ല. ഈശ്വരൻ എന്നെ കൈവിടുകയാണ്. എൻ്റെ ജന്മം ഇങ്ങനെയായിപ്പോയി. ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് എൻ്റെ ജീവിതം കടന്നു പോകുന്നത്. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇതിൽ കൂടിയ രീതിയിലോ ഇതിൽ കുറഞ്ഞ രീതിയിലോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാം തൊട്ടടുത്ത് എത്തുന്നുണ്ട്, തട്ടി മാറിപ്പോകുന്നുണ്ട്. ചിലർക്ക് തൊട്ടടുത്ത് പോലും എത്തിച്ചേരുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ആർക്കായാലും ഉള്ളിലൊരു നിരാശ തോന്നും. ഇനി എന്താണ് ജീവിതത്തിലുള്ള ലക്ഷ്യം എന്നൊക്കെ തോന്നും. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈശ്വരൻ നമുക്കൊരു വഴി കാണിച്ചു തരികയാണ്. ചിലപ്പോൾ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ഒറ്റയടിക്ക് അവിടെ നടന്നു എന്ന് വന്നേക്കില്ല. കാര്യം നമുക്ക് ഈ പ്രപഞ്ചം ഒരു അവസരം തന്നിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെതായ ചില കാര്യങ്ങൾ ചെയ്യാനാണ്. അതാണ് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്, ജീവിതത്തിലെ കർമ്മം. അപ്പം നമ്മൾ എല്ലാ മനുഷ്യരെ പോലെ എല്ലാ ചിന്തകളുടെയും പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ എല്ലാം കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് അർഹമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാനും പറ്റും. ചില സമയത്ത് നമുക്ക് കിട്ടാതെ പോകുന്നത് അനർഹമായിട്ടുള്ള കാര്യമായിരിക്കും. ഇത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. പക്ഷേ ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണ്ട എന്താണ്? നമുക്ക് അർഹതപ്പെട്ടിട്ടും ചില കാര്യങ്ങൾ നമ്മുടെ അരികിലേക്ക് എത്തിച്ചേരില്ല. ഇതിന് വിഘ്നമായിട്ട് നിൽക്കുന്നതോ നമ്മളിലുള്ള ഈശ്വരാധീനത്തിന്റെ കുറവും. വിഘ്നം ഒരുപാട് വർദ്ധിക്കുന്നു, ഈശ്വരാധീനം തകർന്നു പോകുന്നു. ഇങ്ങനെയുള്ള കാരണം കൊണ്ട് പലർക്കും തൊട്ടരികിലെത്തിയ ഭാഗ്യം പോലും നിരന്തരമായിട്ട് തട്ടിമാറിക്കൊണ്ടിരിക്കും. അവർ വളരെ നിരാശയിലാവും. ഇനി എന്ത് വേണം എന്നുള്ള ചിന്തയിൽ വല്ലാണ്ട് ഉഴറിപ്പോവുകയും ചെയ്യും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഞാനൊരു മന്ത്രം പറഞ്ഞുതരും. ഇത് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് 41 ദിവസം ജപിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടായി വരുന്നതാണ്. അത് ഞാൻ ഒരുപാട് പേരിൽ നോക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം നല്ലൊരു മാറ്റം സിദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഇതൊരു നല്ല വഴികാട്ടിയാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈശ്വരാധീന വർധനയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന്, നമ്മുടെ ഭാഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ആരാധിക്കേണ്ട, പൂജിക്കേണ്ട ദേവത എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിയുടെ സ്വാധീനം നമ്മളിൽ വർദ്ധിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മിലേക്ക് എത്തിച്ചേരും. എന്നാൽ പലപ്പോഴും നമ്മൾ മറ്റു ദേവതകളെയെല്ലാം ധാരാളം പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അത് എങ്ങനെ പ്രാർത്ഥിച്ച് സ്വീകരിക്കണമെന്ന് അറിയാതെ പോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ വിശേഷപ്പെട്ട ഈ മന്ത്രത്തിലൂടെ തന്നെ മഹാലക്ഷ്മിയുടെ സ്വാധീനം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മന്ത്രം ഞാനിവിടെ എഴുതി കാണിക്കാം, നിങ്ങളത് നോട്ട് ചെയ്തോളൂ. ഓം ഹ്രീം മഹാലക്ഷ്മി വിശാല ലക്ഷണേ അഭയവരദായിനി പാഹിമാം പാഹിമാം. ഓം ഹ്രീം മഹാലക്ഷ്മി വിശാല ലക്ഷണേ അഭയവരദായിനി പാഹിമാം പാഹിമാം. വളരെ ലളിതമല്ലേ ഈ മന്ത്രം? അപ്പൊ ഈ മന്ത്രം നിത്യവും രാവിലെ, പ്രത്യേകിച്ച് 6:30-നും 7-നും ഇടയ്ക്കുള്ള ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു തുടങ്ങുന്ന ആ സമയത്ത് നിങ്ങൾ 18 ജപിക്കുക. ഇതുപോലെ തന്നെ വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്ന സമയം, അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഓരോ കാലയളവിൽ മാറ്റം ഉണ്ടാവും. എങ്കിലും നമുക്കൊരു 6 മണിക്കും 6:45-നും ഇടയ്ക്ക് 18 ജപിക്കുക. ഇങ്ങനെ 2 ടൈമിലാണ് ഇത് ജപിക്കേണ്ടത്. ഇങ്ങനെ നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് ജപിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ കണ്ടിട്ടുള്ളൊരു 41 ദിവസം കൊണ്ട് തന്നെ പലരുടെയും ആഗ്രഹങ്ങൾ, അവർ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അത് ചിലപ്പം
ദീർഘദൂരം കൊണ്ട് നേടിയെടുക്കാനുള്ള കാര്യം 41 ദിവസം കൊണ്ട് നടന്നു കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ആ ടൈം കൊണ്ട് കിട്ടിത്തുടങ്ങും. എന്നാൽ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് നേടിയെടുക്കാനും ഇത് വളരെ ഗുണകരമായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വളരെ പാടുള്ള കാര്യമില്ല, ഇതിനു വേണ്ടി നിലവിളക്ക് തെളിയിച്ച് വെക്കേണ്ട, അല്ലെങ്കിൽ വേറെ പൂജകളൊന്നും ചെയ്യേണ്ട, വേറെ ഒറ്റ കാര്യമില്ല, നിങ്ങൾ ഈ മന്ത്രം ജപിച്ചാൽ മതി. പക്ഷെ ഒരു കാര്യമുണ്ട്, ശുദ്ധവൃത്തങ്ങളോടുകൂടി ചെയ്യുക എന്നാണ്. കുളിച്ച് ശുദ്ധിയായിട്ട് ഏതെങ്കിലും ഒരു നേരമെങ്കിലും കുളിച്ച്, രാവിലെ കുളിച്ചിട്ട് ജപിക്കുക, ഇനി വൈകുന്നേരം പറ്റിയില്ലെങ്കിൽ കയ്യും കാലും മുഖവും കഴുകിയിട്ട് ജപിക്കുക. ഇനിയിപ്പോൾ രാവിലെ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ആണെങ്കിൽ വൈകുന്നേരം മാത്രം ജപിച്ചാൽ മതി. ഏതെങ്കിലും ഒരു നേരം കുളിച്ചിട്ട്, കുളിക്കുന്നതിന് മുമ്പ് ജപിക്കുന്നതിനോട് ഞാൻ യോജിപ്പ് പറയുന്നില്ല. കുളിച്ചതിന് ശേഷം തന്നെ, ഇനിയിപ്പോൾ രാവിലെ കുളിച്ച ആളിന് വൈകുന്നേരം കയ്യും കാലും മുഖം കഴുകിയിട്ട് നിങ്ങൾക്ക് ജപിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ രാവിലെ ഇത് കുളിക്കാൻ എന്നിട്ട് വൈകുന്നേരം ഞാൻ കുളിക്കാൻ പോകണുള്ളൂ, രാവിലെ കയ്യും കാലും മുഖം കഴുകിയിട്ട് ജപിക്കാമെന്നൊരാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് അത്രത്തോളം പറയാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ശുദ്ധി എന്ന് പറയുന്ന കാര്യം പ്രധാനമാണ്. പിന്നെ പുലവാലായ്മകളുള്ളപ്പോൾ ഇത് ജപിക്കരുത്. ആർത്തവകാലം കഴിഞ്ഞ് 7 കഴിഞ്ഞിട്ടേ ജപിക്കാവൂ. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും 41 ദിവസം തുടർച്ചയായിട്ട് ജപിക്കാനല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ആർത്തവകാലം 7 ദിവസം വിട്ടു നിന്നാൽ പിന്നെ എങ്ങനെ ജപിക്കാൻ പറ്റും? തുടർച്ചയായിട്ടൊന്നുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത്, 41 ദിവസം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പം 7 ദിവസം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റില്ല, 8ാമത്തെ ദിവസം തൊട്ട് ജപിക്കുക എന്നുള്ളതാണ്. പക്ഷെ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് 14 ദിവസം ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നേന്ന് ആരംഭിക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്ക് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.